നമ്മുടെ ലോകത്തിലെ ഒരു ചെറിയ വിഭാഗം ആളുകളും ഇനി വരാൻ പോകുന്ന കാലത്തെപ്പറ്റി ചിലപ്പോൾ പ്രവചിച്ച് പറയാറുണ്ടായിരിക്കും. അത്തരത്തിലുള്ള ആളുകളെ നമ്മളെല്ലാവരും വളരെ ആശ്ചര്യത്തോടു കൂടി തന്നെയാണ് കാണാറുള്ളത്. 100 വർഷം മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന ഒരാൾ നമ്മുടെ ഭൂമി ഇന്ന് കാണപ്പെടുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് മാറും എന്ന് പ്രവചിച്ചിട്ടുണ്ടാകുമോ? അത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? എന്നാൽ 500 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരാൾ നമ്മുടെ ഭൂമി ഇന്ന് കാണപ്പെടുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് മാറും എന്ന് പ്രവചിച്ചിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി ഇന്ന് നമ്മൾ ഉപയോഗിച്ചു പോകുന്ന പല വസ്തുക്കളുടെയും നിർമ്മിതി 15ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് MitsQHUBന്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ശാസ്ത്രലോകം നിഗൂഢതകളുടെ രാജകുമാരൻ എന്ന് പറയപ്പെടുന്ന ലിയോനാർഡോ ഡാവിഞ്ചിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അദ്ദേഹം വരച്ച് ചിട്ടപ്പെടുത്തിയ 5 തെളിവുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം ലിയോനാർഡോ ഡാവിഞ്ചിയെ പറ്റി നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കാനും ശ്രമിക്കുക. അപ്പോൾ ഒട്ടും വൈകിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നില്ല. അതെന്താണെന്നല്ലേ, ഈ ചാനൽ തുടങ്ങി ഒന്നാമത്തെ വീഡിയോ തന്നെ നമ്മൾ ലിയോനാർഡോ ഡാവിഞ്ചിയെ പറ്റി സംസാരിച്ചിരുന്നു. അദ്ദേഹം കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്തത്തെ പറ്റി സംസാരിച്ചിരുന്നു. നമ്മുടെ ശാസ്ത്രം അനുസരിച്ച് 19ാം നൂറ്റാണ്ടിലായിരുന്നു ആദ്യമായി ഹെലികോപ്റ്ററുകൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ആദ്യത്തെ ഹെലികോപ്റ്റർ തയ്യാറാക്കി ഏകദേശം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ശാസ്ത്രലോകത്തിന് മറ്റൊരു പേപ്പർ ലഭിക്കുകയാണ്. ഏകദേശം 15ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ വരയ്ക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്നു ഒന്ന്. അതിൽ ഇന്ന് കാണപ്പെടുന്ന ഹെലികോപ്റ്ററിനെ പറ്റിയായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലെ ആ ഫസ്റ്റ് വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലങ്ങളിൽ വരെ നമ്മുടെ നല്ലൊരു വിഭാഗം ആളുകൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ആളുകൾക്കൊന്നും തന്നെ വെള്ളത്തിനടിയിലേക്ക് അധികം നേരം നിൽക്കുവാൻ സാധിക്കില്ല എന്ന രീതിയിലായിരുന്നു. അപ്പോൾ 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ സമയങ്ങളിൽ തന്നെ സ്വിമ്മിംഗ് സൂട്ടുകൾ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് മുന്നിലേക്ക് കൊണ്ടുവരികയും ആളുകൾക്ക് അധിക നേരം വെള്ളത്തിനടിയിൽ നിൽക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. പക്ഷേ പിന്നീടാണ് നമ്മുടെ ആളുകൾ ആ ഒരു സ്കെച്ചിനെ പറ്റി മനസ്സിലാക്കുന്നത്. 15ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ ലിയോനാർഡോ ഡാവിഞ്ചി വരയ്ക്കപ്പെട്ട ഒരു സ്കെച്ചായിരുന്നു അത്. അതിൽ സ്വിമ്മിംഗ് സൂട്ടുകൾക്ക് സമാനമായിട്ടുള്ള ഒരു സ്കെച്ച് എല്ലാവർക്കും കാണുവാനായിട്ട് സാധിക്കും. ചുവടെയുള്ള ഈ ഒരു കാര്യമാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ അദ്ദേഹം പറഞ്ഞ കോൺസെപ്റ്റുകൾ അനുസരിച്ച് പ്യുവറായിട്ടുള്ള ഒരു ലെതറിലാണ് അദ്ദേഹം ഈ ഒരു സ്യൂട്ട് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് കാണപ്പെടുന്ന സ്വിമ്മിംഗ് സൂട്ടുകൾക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും അടങ്ങിയിരിക്കുന്നു. എല്ലാ തരത്തിലുള്ള ബോഡി പാർട്സുകളും മൂടി വയ്ക്കുകയും അതേപോലെ തന്നെ ശ്വസന പ്രക്രിയ നല്ല രീതിയിൽ നടത്തുന്നതിനുമൊക്കെ. പക്ഷേ ഓക്സിജൻ സിലിണ്ടറൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു 1500 കാലഘട്ടം. ആ ഒരു സമയത്ത് ഓക്സിജൻ സിലിണ്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ആർക്കും ഉണ്ടായിരുന്നില്ല. പിന്നീട് എങ്ങനെയായിരുന്നു ആളുകൾ ആ ഒരു സ്വിമ്മിംഗ് സൂട്ടിൽ ശ്വസിക്കുന്നത് എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടായേക്കാം. അതിന് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ ഉത്തരം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മുടെ അമ്പലങ്ങളിലും മറ്റും കാണപ്പെടുന്ന ഒരു മണിയുണ്ടല്ലോ, അതേ ഷേപ്പിൽ ഒരു സാധനം, ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു സാധനം വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ നിക്ഷേപിക്കുക. അതിനുശേഷം അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കുഴലിലൂടെ വായു ശ്വസിക്കുക. അത്തരത്തിൽ മരം കൊണ്ടുണ്ടാക്കിയ ആ ഒരു സാധനം ഒരിക്കലും വെള്ളത്തിലേക്ക് താഴ്ന്നു വരില്ല. എപ്പോഴും വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ അവ കാണുകയും ചെയ്യും. എല്ലാ ആളുകൾക്കും എത്ര നേരം വേണമെങ്കിലും ശ്വസിച്ചുകൊണ്ട് വെള്ളത്തിനടിയിലേക്ക് കിടക്കാം എന്നൊരു കോൺസെപ്റ്റ് ആദ്യമായി കൊണ്ടുവരുന്നത് ലിയോനാർഡോ ഡാവിഞ്ചിയാണ്. എല്ലാ ആളുകളും ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന സമയത്ത് ആദ്യം പറഞ്ഞതുപോലെ ഒരിക്കലും നടക്കില്ല എന്ന രീതിയിലായിരുന്നു സംസാരിച്ചിരുന്നത്. വീണ്ടും നമ്മുടെ ശാസ്ത്രലോകത്തിലെ 1-2 ആളുകൾ ഇത് റീക്രിയേറ്റ് ചെയ്യുകയും അവരിൽ ഒരുപാട് ആളുകൾ വെള്ളത്തിൽ അധിക നേരം ആ സ്യൂട്ട് ധരിച്ച് കിടക്കുകയും ചെയ്തു. പിന്നീടാണ് നമ്മുടെ ശാസ്ത്രലോകം ലിയോനാർഡോ ഡാവിഞ്ചിയെ പറ്റി വിശ്വസിക്കുവാനും അദ്ദേഹത്തിൻ്റെ സ്കെച്ചുകൾ കണ്ടുപിടിക്കാനും തുടങ്ങിയത്. 15ാം നൂറ്റാണ്ടിൽ എല്ലാ രാജ്യങ്ങളും രാജാക്കന്മാർ ഭരിക്കുകയായിരുന്നു. ഈ രാജാക്കന്മാരുടെ ഏറ്റവും വലിയ വിനോദം മറ്റു രാജ്യങ്ങളുമായിട്ട് യുദ്ധം നടത്തുക, അതിൽ വിജയിക്കുക. അപ്പോൾ 15ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ വാളെല്ലാം മാറുകയും തോക്കുകളുടെ ആദ്യ രൂപം മുന്നോട്ട് വരികയും ചെയ്തു. പക്ഷേ ലിയോനാർഡോ ഡാവിഞ്ചി ചിന്തിച്ചത് മറ്റൊരു രീതിയിലാണ്. പ്രഹരശേഷി ഏറ്റവും കൂടുതലുള്ളതും തൻ്റെ രാജ്യം എപ്പോഴും വിജയിക്കണമെന്ന ഒരു കോൺസെപ്റ്റിലാണ് അദ്ദേഹം തൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ഗണ്ണ് രൂപകൽപ്പന ചെയ്തത്. സത്യം പറയട്ടെ, ഇന്ന് കാണപ്പെടുന്ന മെഷീൻ ഗണ്ണുകൾക്ക് സമാനമായിട്ടുള്ള രൂപരേഖയായിരുന്നു അത്. ഇന്നത്തെ മെഷീൻ ഗണ്ണുകളുടെ ഏറ്റവും വലിയ പ്രയോജനം എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരേ സമയം തന്നെ 50ഉം 100ഉം വെടിയുണ്ടകൾ പുറപ്പെടുവിക്കാൻ സാധിക്കുമെന്നതാണ്. ഇതേ കോൺസെപ്റ്റ് തന്നെയായിരുന്നു ലിയോനാർഡോ ഡാവിഞ്ചി മുന്നോട്ട് വെച്ച ആ ഒരു ഗണ്ണിനും ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഗണ്ണിൽ ഏകദേശം ഒരേ സമയത്ത് 30ലധികം വെടിയുണ്ടകൾ പോകാൻ പറ്റുന്ന രീതിയിലായിരുന്നു അത്.
പക്ഷേ അദ്ദേഹം എല്ലാ കാലത്തെയും പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റുകളെല്ലാം തന്നെ ചെയ്തു നോക്കുവാൻ അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നില്ല. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഏത് രീതിയിലാണ് അവ നിർമ്മിക്കേണ്ടത് എന്നെല്ലാം വളരെ കൃത്യമായിട്ട് അദ്ദേഹം ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ശാസ്ത്രലോകം മനസ്സിലാക്കിയപ്പോൾ അത് റീക്രിയേറ്റ് ചെയ്യുകയും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു ഗണ്ണ് പോസിബിൾ ആണ് എന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ മെഷീൻ ഗണ്ണുകളുടെ ഒരു ആധാരമായിട്ട് കണക്കാക്കുന്നത് ലിയോനാർഡോ ഡാവിഞ്ചിയുടെ ആ ഒരു മെഷീൻ ഗണ്ണ് തന്നെയാണ്. ഈ വീഡിയോയുടെ അവസാനം പറയാൻ പോകുന്ന ഈ ഒരു കാര്യം എല്ലാ ആളുകളും അറിയേണ്ട ഒന്ന് തന്നെയാണ്. റോബോട്ടുകൾ. നമ്മുടെ ശാസ്ത്രലോകം പൂർണ്ണമായി ഇന്ന് വരെ പഠിച്ചു പൂർത്തിയാക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് റോബോട്ടുകൾ. അതായത് മനുഷ്യൻ്റെ അതേ ഗുണങ്ങളോടുകൂടി ഒരു റോബോട്ടിനെ സൃഷ്ടിക്കുവാൻ ഇന്നും നമ്മുടെ ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടില്ല. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരാൾ, അതായത് കറണ്ട് പോലും കണ്ടുപിടിക്കാത്ത ആ ഒരു സമയത്ത് ഒരാൾ ഇന്ന് കാണപ്പെടുന്ന റോബോട്ടുകൾക്ക് രൂപകൽപ്പന ചെയ്തിരുന്നു. തലയനക്കുവാനും കൈ അനക്കുവാനും നടക്കുവാനും ഇരിക്കുവാനും പറ്റുന്ന ഒന്ന്. ആദ്യ സമയങ്ങളിൽ നമ്മുടെ ശാസ്ത്രലോകം ഈ ഒരു രൂപകൽപ്പന കണ്ടെത്തിയപ്പോൾ ഇതൊരിക്കലും റോബോട്ടല്ല, ഇന്ന് കാണപ്പെടുന്ന യാതൊരു വസ്തുവുമായിട്ട് ബന്ധമില്ലാത്ത ഒന്നാണെന്നായിരുന്നു കണക്കാക്കിയിരുന്നത്. അപ്പോഴായിരുന്നു മാർക്ക് റോഷിംഗ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോൺസെപ്റ്റ് പ്രോജക്റ്റായി സ്വീകരിക്കുകയും നീണ്ട 5 വർഷം ഇതിനെപ്പറ്റി പഠിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ഫലമായിട്ട് ലിയോനാർഡോ ഡാവിഞ്ചി ഉദ്ദേശിച്ച ഏത് കാര്യമാണോ അത് അദ്ദേഹം റീക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചത് കൈയും കാലുമെല്ലാം അനക്കുവാൻ പറ്റുന്ന ഒരു റോബോട്ടിനെയായിരുന്നു. ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നും നമ്മുടെ ഭൂമി ഏത് രീതിയിലാകും എന്ന് ചിന്തിക്കുവാൻ ലിയോനാർഡോ ഡാവിഞ്ചിക്ക് സാധിച്ചിരുന്നു. പക്ഷേ അതുമാത്രമല്ല, എല്ലാം കുറിപ്പുകളായിട്ട് നമ്മളെ അറിയിക്കുവാനും അദ്ദേഹം ശ്രമിച്ചു. ഇന്നും നമ്മുടെ ശാസ്ത്രലോകം നിഗൂഢതകളുടെ രാജകുമാരൻ എന്ന് അദ്ദേഹത്തിനെ വിളിക്കുന്നുണ്ട് എങ്കിൽ ഇനിയും നമ്മൾ അദ്ദേഹത്തെപ്പറ്റി പഠിക്കാനുണ്ട് എന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാ കാലത്തും എല്ലാ ആളുകളും അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു പേര് തന്നെയാണ് ലിയോനാർഡോ ഡാവിഞ്ചി. അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് വാസ്തവം. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം ലിയോനാർഡോ ഡാവിഞ്ചി എല്ലാ ആളുകളും അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആളുകളാണ് എങ്കിൽ തീർച്ചയായും നമ്മളെ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. MitsQHUB ഒഫീഷ്യൽസ് ആണ് നമ്മുടെ ID വരുന്നത്. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ് എങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.